ഇവിടെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ച കുറച്ച് അംഗമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അംഗം അവസാനിച്ചിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു റോളൊന്ന് മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഈ ഒരു മെഷിങ്ങിനുള്ളത് കാരണം അതിൻ്റെ എഡ്ജ് ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ച് കെട്ടിക്കൊടുക്കൽ വലിയൊരു ഉദ്യമം തന്നെയായിരുന്നു. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണെങ്കിലും ഞാൻ അതൊന്ന് കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പരീക്ഷണം. ഈ സംഭവത്തിൻ്റെ ഈ റോള് മെഷിൻ്റെ പുറത്തുകൂടി നേരവണ്ണം ഉരുണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് വെറുതെ അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നു, ഇതിങ്ങോട്ട് ഉരുണ്ട് പോയിട്ട് ഫുൾ അങ്ങോട്ട് കവറാവുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ നേരം കുന്തം കൊണ്ട് കുത്തിയിട്ടാണെങ്കിൽ അവസാനം ഞാൻ ഈ ഒരു മെഷീൻ്റെ ഭാഗം ഒന്ന് കടത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ പണി നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഷീറ്റിനെ നമ്മൾ താഴോട്ട് വലിച്ചിട്ട് ആവശ്യത്തിന് നീളത്തിലുള്ളതൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ കെട്ടി സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മതിലിൻ്റെ ഭാഗത്ത് വേറെ സംഭവമൊന്നും ഇല്ലാത്തത് കാരണം നമ്മൾ പതുക്കെ ഇവിടെ ഇങ്ങനെ ഒരു തടി ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിനെ ഒന്ന് കമ്പിയോട്ട് കെട്ടി ഒന്ന് സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഈ തടി നമ്മൾ മതിലിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മതിലിന് പുറത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീടല്ല, അത് വേറെ റോഡായത് കാരണം നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മതിലിന് പുറത്ത് ഞാൻ കുറച്ച് ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു കമ്പൊക്കെ കൂടി സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ചെറിയ രീതിയിലുള്ള ഒരു തണലൊക്കെ കിട്ടും. അങ്ങനെ അകത്തെ താജ്മഹൽ പണിയൊക്കെ നമ്മൾ ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് പോർഷൻ ബാക്കിയുണ്ട്. എന്നാലും ഒന്നിച്ച് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പണിയെടുക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു പോർഷനിൽ ഇത്ര തന്നെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അവരെയും കൂടി പതുക്കെ ഒന്ന് റൂഫിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കയറ്റി വിട്ടിട്ട് ഇന്നലത്തെ യുദ്ധം അങ്ങനെ അവസാനിപ്പിച്ചു.